തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു വാർത്തയിലേക്കാണ്. ബി.ജെ.പി തമിഴ്നാട് പ്രസിഡന്റ് കെ അണ്ണാമലയുടെ നിർദ്ദേശപ്രകാരം ബി.ജെ.പി വാർ റൂം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വേട്ടയാടിയെന്ന് നടിയും കൊറിയോഗ്രാഫറുമായ ഗായത്രി രഘുറാം പറയുന്നു. ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം വ്യക്തിഹത്യ നടത്തി. സൈബർ അധിക്ഷേപവും ബലാത്സംഗവും ഒരുപോലെയാണെന്നും AIADMK നേതാവ് കൂടിയായ ഗായത്രി രഘുറാം 24നോട് പറഞ്ഞു. For 2 years I was chased by a war room, by a political leader, BJP Annamalai. His war room was like literally demeaning my character and bullying me like to a next level where no one could even imagine. 2 വർഷം മുൻപ് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഗായത്രി രഘുറാം BJP വിട്ടത്. പിന്നാലെ അതിരൂക്ഷമായ അധിക്ഷേപം സൈബറിടത്ത് നേരിടേണ്ടി വന്നു. അണ്ണാമലൈ വാർ റൂം ഉപയോഗിച്ച് തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തി. താൻ പാർട്ടിയിൽ നിന്ന് മാറിയിട്ടും ഇത് തുടർന്നു. സൈബറിടത്ത് അധിക്ഷേപം നടത്തുന്ന ഇത്തരക്കാർ കഴുകന്മാരെ പോലെയാണെന്ന് ഗായത്രി. They are vultures. So there is no difference between raping and cyberbullying. They're all same. When you destroy a character of a woman, with directly or indirectly with your war room or anything, your character is such. You belong to that category of men who do crime. സൈബർ അധിക്ഷേപം മാനസിക പ്രശ്നമാണ്. ക്രൂരതയിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് ഇത്തരം അധിക്ഷേപങ്ങൾക്ക് പിന്നിൽ. ബ്ലൂ വെയിൽ ഗെയിമിൽ സ്വയം ജീവനൊടുക്കുന്ന തരത്തിലേക്കുള്ള അവസ്ഥയിലേക്ക് ഇവർ എത്തിക്കും. Push you to a level where like a blue whale game. Yeah. So that's how they talk. Like, you know, they psychologically they want to affect you and they want to put you into a trauma. So that is why their intention, that is a sadistical psychological behavior. എന്തും അലറി വിളിക്കാനുള്ള ഇടമായാണ് ഭൂരിഭാഗം പേരും സമൂഹ മാധ്യമങ്ങളെ കാണുന്നത്. ഒരാളുടെ ജീവിതം തങ്ങളുടെ കൈപ്പിടിയിലാണെന്ന് ഇത്തരക്കാർ കരുതുന്നുണ്ട്. ഈ ഭീഷണിയിൽ വീഴരുതെന്നും ഗായത്രി രഘുറാം പറയുന്നു. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ.